ലാൽകുമാർ, ഞാൻ താങ്കളിലേക്ക് വരുന്നു. ഇന്ന് മുൻ മന്ത്രി ശശീന്ദ്രനും പറഞ്ഞു വന്യജീവികളുടെ പ്രശ്നത്തിന് ഒറ്റമൂലി ഇല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ എന്ന ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. ഒറ്റമൂലിയില്ല, ഒറ്റമൂലി വൈദ്യന്മാർ ഇവിടെ നടക്കുകയായിരുന്നു എന്നൊരു ധ്വനി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒന്നാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം. ഞാൻ ആമുഖത്തിൽ തന്നെ അത് സൂചിപ്പിച്ചു. വന്യജീവി സംഘർഷം, മനുഷ്യനുമായി സംഘർഷം നടക്കുന്നതല്ല പ്രശ്നം, അതേക്കുറിച്ചുണ്ടായ ഒരു ആഖ്യാനം കേരളത്തിലുണ്ടായിരുന്നു. ആ ആഖ്യാനത്തിലേക്ക് കേരളം തിരിഞ്ഞു നോക്കേണ്ട സാഹചര്യം അല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? ആ ആഖ്യാനം പിഴവായിരുന്നു എന്നും എവിടെയൊക്കെയോ കേരളീയർ ആ കാര്യങ്ങൾ വേണ്ട പോലെ ശ്രദ്ധിക്കാൻ വിട്ടുപോയി എന്നും ധ്വനിപ്പിക്കുന്ന ദിവസങ്ങളല്ലേ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിരീക്ഷകൻ എന്ന നിലയ്ക്ക് ലാൽ എങ്ങനെ പറയും ഇത്? അല്ല, ഇവിടെ സഖാവ് ഗോപൻ പറഞ്ഞതുമായി ചേർത്ത് വെച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അദ്ദേഹം മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പുലർത്തുന്ന ഒരു രീതി, അതിനെ ഒരു വിമർശനാത്മകമായാണ് അദ്ദേഹം നോക്കിക്കണ്ടത്. അതിനകത്ത് ഒരല്പം ശരിയുണ്ട്. ഇപ്പം ചന്ദ്രേട്ടൻ പറഞ്ഞത് വരും ദിവസങ്ങളിൽ എന്തായാലും ഇത് ചർച്ചയാകുക തന്നെ ചെയ്യും എന്നുള്ള അടിസ്ഥാനത്തിലാണ് ചന്ദ്രേട്ടൻ അതിനെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ കണ്ടത്. പക്ഷേ അതിനകത്ത് ആ ചന്ദ്രേട്ടൻ്റെ ആ അഭിപ്രായത്തോട് വിയോജിച്ചുകൊണ്ടാണ് ഞാനതിനെ നിൽക്കുന്നത്. ഒരല്പം ഞാൻ ഗോപൻ്റെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്. കാരണം നോക്കൂ, കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ ഈ കൈരളിയുടെ ഫ്ലോറിൽ നിന്ന് ഇതുപോലെ കാര്യങ്ങൾ, ഇത് ഒറ്റമൂലിയല്ല, പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റാത്തതാ ഒരു വിഷയമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഈ ഫ്ലോറിലിരുന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊരിക്കലും ഈ പറയുന്ന രീതിയിൽ എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ റിപ്പോർട്ട് ചെയ്തേക്കാം, ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതിനകത്ത് മൾട്ടിപ്പിൾ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നൊരു വിഷയമാണ് എന്ന് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ 10 വർഷമേ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നമ്മളിപ്പം സംസാരിക്കുന്ന ഈ മാധ്യമം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മറ്റ് മാധ്യമങ്ങൾ ഇനിയും വരാൻ പോകുന്ന ദിവസം പറയും എന്ന ഒരനുമാനം, അതിനകത്തൊരു പ്രശ്നമുണ്ട്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ഇവിടെ നിന്ന് പറയുന്നുണ്ട്, പക്ഷേ മറ്റവരാരും പറയുന്നില്ല. അത് എന്തുകൊണ്ട് പറയുന്നില്ല? ഇവിടെയാണ് ചന്ദ്രേട്ടനൊരു ഒരു ടീച്ചറൂടാണല്ലോ അല്ലേ, മാധ്യമപ്രവർത്തനം പഠിപ്പിക്കുന്ന ആളുടെയാണ്. അവിടെയാണ് നിങ്ങൾ പഠിപ്പിച്ചു വിട്ടത് ചെയ്യാത്ത ഈ പറയുന്ന മാധ്യമ മുതലാളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെ നമുക്ക് കാണുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. ആ വാർത്ത വരുന്നതും വാർത്ത മുന്നോട്ട് പോകുന്നതും എങ്ങനെ ഇതിനെ നെറേറ്റീവ് ആക്കണമെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് നിങ്ങൾ എവിടെയൊക്കെയോ മാധ്യമപ്രവർത്തകർ, ഞാൻ മാധ്യമപ്രവർത്തകരെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. അതിനകത്ത് ലോക മീഡിയയിലുള്ള ആൾക്കാരെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഫോളോ ചെയ്യുമ്പം അവരൊക്കെ പുലർത്തുന്ന ഒരു ഇമ്പാർഷ്യാലിറ്റി ഉണ്ട്. ഒരു ന്യൂസ് എന്ന് പറയുന്നത് ടോട്ടലി ഇമ്പാർഷ്യലാണ്. അതിനകത്ത് പൊളിറ്റിക്സ് ഇല്ല. ആ പൊളിറ്റിക്സ് എപ്പോൾ കടന്നു വരുന്നോ അപ്പോഴത് ന്യൂസ് അല്ലാതായി മാറി, അത് പൂർണ്ണമായി ഒപ്പീനിയനായി മാറി. അത് ഒരു വലിയ പ്രശ്നമാണത്. ഇപ്പം നിങ്ങളിവിടെ തരുന്നു എന്താണ് ന്യൂസ് ആൻഡ് വ്യൂസ്. ന്യൂസ് നിങ്ങൾ തരുന്നു, വ്യൂസ് ബാക്കിയുള്ളവർ പറയുന്നതാണ്. നിങ്ങൾക്കും അതിനകത്തൊരു വ്യൂ ഉണ്ടായിരിക്കാം, പക്ഷേ ആ വ്യൂ ആണ് ശരി എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുക, ആ വ്യൂ മാത്രം പുറത്തു കൊണ്ടിരുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത സ്ട്രെച്ചിലേക്ക് കിടക്കാം. അതിനകത്തൊരു പ്രസക്തിയുള്ളൊരു കാര്യം ഉള്ളതായതുകൊണ്ട് മാത്രം അത്രയും സമയമെടുത്ത് പറഞ്ഞതാണ്. താങ്കൾക്കും വരാൻ പോകുന്ന കാലത്ത് പഠിപ്പിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ പിള്ളേരത് പഠിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അടുത്തത് ഈ പറഞ്ഞ പോലെ ഒറ്റമൂലി എന്ന് പറയുന്നത് ഇതിനകത്ത് ഇമ്പോസിബിളാണ്. നോക്കൂ, ഇപ്പം വന്നിരിക്കുന്ന ഷിബു ബേബി ജോൺ ഒരു പൊസിഷൻ ഓക്യുപ്പൈ ചെയ്തു. ഇതെല്ലാം ഷിബു ബേബി ജോൺ കാരണമാണെന്ന് പറയാൻ ഞാൻ ആളല്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു പെശകല്ല, ഇതുപോലെ ശശീന്ദ്രൻ്റെയും പെശകല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് സത്യം. ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടായാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇവരുടെ ഈ ക്ലൈമാറ്റിക് ചേഞ്ചിൻ്റെ ഫലമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് അതിഭീകരമാണ്. ഈ പ്രത്യേകിച്ച് സബ് കോണ്ടിനെൻറ്റിൽ വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ലീവേ സൈഡിൽ കിടക്കുന്നത്, വിൻവേ സൈഡിൽ കിടക്കുന്നത്. കാരണം നമുക്ക് അത്രത്തോളം ക്ലൈമാറ്റിക് ചേഞ്ച് നമ്മുടെ ഈ കുറേ കാലങ്ങളായിട്ട് നടന്നിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകും. നമുക്ക് കിട്ടുന്ന മഴ എടുക്കുക, നമുക്ക് കിട്ടുന്ന വേനലിനകത്ത് വരുന്ന നമ്മുടെ ഡ്രൗട്ട് എടുക്കുക, അതിൻ്റെ ഒരു സ്കെയിൽ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട്. ഇപ്പോൾ എൽ നീനോ ലാനിനോ
ഈ ഇമ്പാക്റ്റുകൾ നമ്മളെ അതിഭീകരമായി എല്ലാ വർഷവും അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ പ്രാവശ്യം സൂപ്പർ എൽനിനോ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എൽനിനോ ഉണ്ടാക്കുമ്പോൾ ഇവിടുത്തെ ക്ലൈമാറ്റിക് വെതർ ഫോർകാസ്റ്റ് പൂർണ്ണമായി മാറുകയാണ്. ഇത് നമുക്ക് മനുഷ്യനും മാത്രമല്ല ആനിമൽസിനും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ ഡ്രൗട്ട് വരുമ്പോൾ അത് താഴേക്ക് ഇറങ്ങും. പിന്നെ ഈ പറഞ്ഞ എൻക്രോച്ച്മെൻ്റ് ഉള്ള കേസിൽ വരുമ്പം താഴോട്ടിറങ്ങും. ഇതൊക്കെ വളരെ പോസിബിളായിട്ടുള്ള കാര്യം. ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് കുറേ ആൾക്കാർ വനമേഖലയിൽ കൂടെ കയറി അപ്പുറത്തൂടെ അവരുടെ വനത്തിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ പോലും ആനിമൽസ് ഇങ്ങോട്ട് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷെ നമ്മൾ പ്രശ്നം ഇത് മൊത്തം ഇറങ്ങി വരുന്ന ആന CPM-ൻ്റെ ആനയാണെന്നും അല്ല ഇപ്പം ചെയ്യുന്ന ആൾക്കാരും പഴയ CPM-ൻ്റെ ആനയാണ് ഇപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്, കോൺഗ്രസിൻ്റെ ആന പിന്നെ വരത്തുള്ളൂ എന്ന ഒരു ചിത്രീകരണം, അതൊരു രാഷ്ട്രീയ ചിത്രീകരണമായി മാറുന്നിടത്താണ് ഇതിനകത്ത് അപകടം ഒളിച്ചിരിക്കുന്നത്. നോക്കൂ, നമ്മുടെ ഈ മലയോര പ്രദേശങ്ങൾ ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയയാണ്. ഇതിനകത്തൊക്കെ നമുക്ക് സെറ്റിൽമെൻറ്റ്സ് പിന്നെ വന്നിട്ടുള്ളത് കാര്യമാണ്. അവർക്ക് സമാധാനമായി അവിടെ ജീവിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ജീവിക്കണം, ഒരു സംശയമില്ല. അതിന് നമുക്ക് ആ ഒരു ഡെൻസ് ഫോറസ്റ്റ് റീജിയനെ നമ്മൾ സെറ്റിൽമെൻ്റ് ആക്കി കണ്ടിന്യൂ ചെയ്യുന്നിടത്ത് ഒരു പോയിന്റിലുണ്ടാകുന്ന മാൻ ആനിമൽ കോൺഫ്ലിക്റ്റാണിത്. ഇത് ലോകമെമ്പാടും നടന്നിട്ടുള്ള വിഷയമാണ്, ഇനി നടക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ഏറ്റവും കോസ്റ്റ് ഇഫക്റ്റീവായി, നമുക്ക് ഏറ്റവും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ, എന്നാൽ ഈ ഇക്കോസിസ്റ്റം നിലനിൽക്കണമെങ്കിൽ ഈ ആനിമൽസും വേണം. നമ്മൾ പറഞ്ഞ പോലെ വരുന്നതിനെല്ലാം വെടിവെച്ചേക്ക് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് തുടരാൻ പറ്റില്ല. അതുകൊണ്ടാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടാകുന്നത്, ഫോറസ്റ്റ് ആക്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ നോക്കൂ, നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് വി ആർ ദ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദി ഇക്കോസിസ്റ്റം. ഇക്കോസിസ്റ്റം ഇല്ല എങ്കിൽ നമ്മളില്ല. ഇക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഈ കടുവയും പാമ്പും പുലിയും എല്ലാം. അപ്പം ഇതിനെ കൂടെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് യാത്ര മുന്നോട്ട് നടത്താൻ ഉള്ള ഒരാവശ്യം മനുഷ്യവംശത്തിനുണ്ട്. അത് ഈ ലോകം മനുഷ്യവംശത്തിൻ്റെ മാത്രമല്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്കൊരു സൊല്യൂഷൻ വേണോ, ലാർജർ പ്ലാൻ വേണം. അത് നമ്മൾ മാത്രമായി നടത്താൻ പറ്റുന്നൊരു വിഷയമാണോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി പറയാനല്ല. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോആക്റ്റീവ് സ്റ്റെപ്പ് അതിനകത്ത് ആവശ്യമുണ്ട്. ആ പ്രോആക്റ്റീവ്നെസ് അവർ കാണിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വർഗീയത അല്ലെങ്കിൽ ലോകത്തില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ എത്രയോ പ്രാവശ്യം നമ്മൾ പല കാര്യങ്ങളും കേരളത്തിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിഷയത്തിൽ ഇനീഷ്യേറ്റ് ചെയ്തു. ഹാവ് ദേ ഡൺ സംതിങ്? ദേ വിൽ നോട്ട് ഡു എനിത്തിങ്. എനിക്കത് ഉറപ്പാണ്. കാരണം വെച്ചാൽ അവർക്ക് ഇതിലൊന്നും ഒരു താല്പര്യമില്ല. അവർ വേറെ കുറേ പ്രയോറിറ്റീസിലാണ് നടക്കുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ, അദ്ദേഹം വിചാരിച്ചാൽ ഇത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അതാ പറഞ്ഞത്, നമുക്ക് വേറൊരാളുടെ മണ്ടയ്ക്ക് രാഷ്ട്രീയ താല്പര്യവും രാഷ്ട്രീയ കാര്യം വെച്ച് നിങ്ങൾ ബാധ്യത അടിച്ചേൽപ്പിക്കുമ്പം ഇത് ഇന്നതായിരുന്നു, ഈ കടുവ വന്നത് LDFൻ്റെ കടുവയാണ്, LDF അല്ലായിരുന്നു UDF ആയിരുന്നെങ്കിൽ ഈ കടുവ വരില്ലായിരുന്നു എന്ന് പറയുന്നിടത്താണ് ഈ പറയുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ദിവസം നമ്മൾ കാണാൻ പോകുന്നത്, ഞാൻ ഇപ്പോൾ പറഞ്ഞാലേ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കൂ എന്നൊരു കാര്യം പറഞ്ഞില്ലേ, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ചന്ദ്രേട്ടാ. പക്ഷേ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്താ, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അതെനിക്ക് അതിനകത്ത് അൺഡിസ്പ്യൂട്ടബിളി ഐ ക്യാൻ സ്റ്റേറ്റ് ഇറ്റ്. കാര്യം ഇത് ഉണ്ടാകും, ലോകമെമ്പാടും ഉണ്ടാകുന്ന കാര്യമാണ്. ഈ പറയുന്ന അതാ പറഞ്ഞത്, ഇതിനകത്ത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ആ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിനെ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നതിരിക്കും. ആ മെയിൻറ്റെനൻസ് നടന്നില്ല എങ്കിൽ നമ്മൾ നടക്കാൻ പോകുന്നത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ എൻക്രോച്ച്മെൻറ്റ് ലോകത്തുള്ളിടത്തെല്ലാം നമ്മുടെ സെറ്റിൽമെൻറ്റ്സ് കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞാലേ ഒരു മാക്രോസ്കോപ്പിക് ലെവലിൽ ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അഡ്രസ്സ് ചെയ്യാനുണ്ട്. അത് വനംവകുപ്പിനും ബാക്കിയുള്ള ഈ പറഞ്ഞാലേ ബാക്കി എല്ലാ വകുപ്പിനും, പഞ്ചായത്ത് വകുപ്പിനും വരെ അതിനകത്ത് വലിയ റോളുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വലിയ ക്രിയാത്മകമായ വർക്ക് നടത്താൻ അദ്ദേഹം നടത്തട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, പ്രത്യാശിക്കുകയാണ്. പക്ഷേ അത് അത്ര എളുപ്പമല്ല എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്.